ഇന്ന് നമുക്ക് നല്ല മൊരിഞ്ഞ നെയ്റോസ്റ്റും മസാല ദോശയും തയ്യാറാക്കാം. അതിനായി 240 ml 2 കപ്പ് പച്ചരി എടുക്കുക. വേറൊരു പാത്രത്തിൽ 3/4 കപ്പ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ എന്നിവ നല്ലതുപോലെ കഴുകി കുതിർത്ത് വയ്ക്കാം. ആറ് മണിക്കൂർ കുതിർത്തതിന് ശേഷം ഇതിനെ നമുക്ക് അരച്ചെടുക്കാം. ഉഴുന്നും ഉലുവയും കൂടിയുള്ളത് 1 കപ്പ് വെള്ളത്തിൽ നന്നായി അരച്ചെടുക്കാം. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നീട് അരി 1/2 കപ്പ് ചോറും കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അരി അരച്ചെടുക്കുന്നതിനായി 2.5 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അരക്കുമ്പോൾ വെള്ളം കുറച്ചായി മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഒന്നിച്ച് ഒഴിച്ച് അരക്കാൻ പാടില്ല. അരി അരച്ചതും കൂടി പാത്രത്തിലേക്ക് മാറ്റാം. പിന്നീട് കൈ കൊണ്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കാതെ തന്നെ നമുക്ക് അതിനെ അടച്ചു വയ്ക്കാം. ഇനി മസാല ദോശയ്ക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. 2 പൊട്ടറ്റോ മുറിച്ച് കഷ്ണങ്ങളാക്കി 1 കപ്പ് വെള്ളത്തിൽ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കി അതിൽ പൊട്ടറ്റോ നമുക്ക് വേവിച്ചെടുക്കാം. പത്ത് മിനിറ്റ് കൊണ്ട് പൊട്ടറ്റോ വെന്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം അതിൻ്റെ തോലുകൾ കളഞ്ഞ് ഇതുപോലെ ഉടച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിത്തെറിക്കാതിരിക്കാൻ ഇതുപോലെ അടച്ചു കൊടുക്കാം. ഇനി 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് വളരെ ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. മുളക് ഒന്ന് വഴണ്ടതിന് ശേഷം 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഒരു സവാള മുറിച്ചത് ചേർത്ത് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് വഴറ്റി കൊടുക്കാം. ഒരു നുള്ള് മഞ്ഞളിട്ട് ഇളക്കി രണ്ട് മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. രണ്ട് മിനിറ്റിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. അതിലേക്ക് പുഴുങ്ങി വെച്ച പൊട്ടറ്റോ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് കുറച്ച് കട്ടി രൂപത്തിലാണുള്ളത്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് പാകപ്പെടുത്തി എടുക്കാം.
ഈ ഫില്ലിംഗ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ആദ്യം നെയ് റോസ്റ്റ് തയ്യാറാക്കാം. അതിനായി ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ അത് ചൂടാക്കി എടുക്കുക. ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഇതുപോലെ കുടഞ്ഞു കൊടുക്കാം. അതിനെ ഒരു തുണി കൊണ്ട് തുടച്ച് മാറ്റാം. 8 മണിക്കൂറിന് ശേഷം നമ്മൾ ഉപ്പിട്ട് വെച്ച മാവ് നല്ലതുപോലെ ഇളക്കി ഒരു കയ്യിൽ എടുത്ത് ഇതുപോലെ ഒഴിച്ച് നന്നായി പരത്തി കൊടുക്കുക. ഈ സമയം സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഒരു മിനിറ്റിന് ശേഷം 1 ടീസ്പൂൺ നെയ്യ് ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല മൊരിഞ്ഞ നെയ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ മടക്കിയെടുക്കാം. അടുത്തത് മസാല ദോശ തയ്യാറാക്കാം. അതിനായി ചൂടായ പാനിൽ വെള്ളം കുടഞ്ഞ് തുണി കൊണ്ട് തുടച്ചു മാറ്റാം. ഒരു കയ്യിൽ മാവൊഴിച്ച് നൈസായി ഇതുപോലെ പരത്തി കൊടുക്കാം. ഒരു മിനിറ്റിന് ശേഷം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ റോസ്റ്റ് ആയതിനു ശേഷം നമ്മുടെ ഫില്ലിംഗ് ഇതുപോലെ നടുവിലായി വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെച്ചതിന് ശേഷം ഈ രീതിയിൽ മടക്കിയെടുക്കാം. മസാല ദോശ വേറൊരു രീതിയിൽ കൂടി ഇതുപോലെ 2 സൈഡിൽ നിന്നും ഇങ്ങനെ എടുത്ത് ഈ ഭാഗം ഇങ്ങനെ മടക്കി ഈ രീതിയിലും നമുക്കുണ്ടാക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല രുചിയുള്ള മൊരിഞ്ഞ മസാല ദോശ റെഡി. അങ്ങനെ ഇന്നത്തെ ക്രിസ്പിയായ രുചിയുള്ള നെയ് റോസ്റ്റും മസാല ദോശയും റെഡിയായിട്ടുണ്ട്.